ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രക്ക് പണി തന്ന് അതിൽ ക്ലച്ച് പ്ലേറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഗിയറെല്ലാം വീണില്ലായിരുന്നു. ഒരു ഗിയർ ഇടാൻ വേണ്ടി 2 മണിക്കൂർ രാവിലെ സ്റ്റാർട്ട് ചെയ്താലേ ഗിയർ വീഴത്തുള്ളൂ എന്നല്ല. അപ്പോൾ ക്ലച്ച് പ്ലേറ്റൊക്കെ മാറ്റിയിട്ടും അതിൻ്റെ പ്രോബ്ലം ക്ലിയർ ആവണില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം പിന്നെ കമ്പനിയെ വിളിച്ച് പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞ് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തന്നെ എനിക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്, ഡോട്ട്മണ്ട് എന്ന സ്ഥലത്താണ്. അപ്പം അവിടെ നിന്ന് എനിക്കൊരു 5 കിലോമീറ്റേഴ്സേ ഉള്ളൂ സർവീസ് സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഹോട്ടലായിരുന്നു. നല്ലൊരു അത്യാവശ്യം വലിയ തന്നെ ഒരു 5 സ്റ്റാറിൻ്റെ അടുത്ത് അടുപ്പിച്ചിട്ടുണ്ട്. ഒരു പെർ ഡേ €95 അവരെ ചാർജാണ്. വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നമുക്കെല്ലാം പോലെ കാർഡൊക്കെ കൊടുത്ത് എല്ലാം ചെക്ക് ഇന്നൊക്കെ ചെയ്ത് റൂമിലോട്ട് പോയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ ഇതെല്ലാം നോക്കി എല്ലാ സ്ഥലങ്ങളെല്ലാം തൊട്ടടുത്ത സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു, കറങ്ങാൻ വേണ്ടി പോയി. പിന്നെ ഇന്ന് ഫ്രൈഡേ ഒന്നും കൂടെ പോയിട്ടൊന്ന് വരണമായിരുന്നു നമുക്ക് അവിടെ പോയിട്ട്. പിന്നെ കമ്പനിയിൽ ഇപ്പം അത് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. 2 മാസം ലീവ് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് വണ്ടികളെല്ലാം പ്രോബ്ലമിലുണ്ട്. അപ്പം ഒന്നൊന്നായിട്ട് വണ്ടി എടുത്തിട്ട് സർവീസായിട്ട് ചെയ്യണം. പിന്നെ ബാക്കി നമുക്ക് പിന്നെ ഡ്യൂട്ടി നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു, ചെയ്യാൻ പറ്റുമെന്ന് കേട്ട്. ഞാൻ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും ഡ്യൂട്ടി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ 2-3 വണ്ടിയായി ഇപ്പം സർവീസ് ചെയ്ത് തിരിച്ചു കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കാണ് കുറച്ച് കൂടുതൽ പ്രോബ്ലം ഉള്ളത്. ഇതിപ്പോൾ 3 ദിവസമായി. ഇനിയിപ്പോൾ അടുത്ത 3 ദിവസം കൂടി. ഇനിയിപ്പോൾ ഫ്രൈഡേ ആയി, ഇന്ന് നാളെ സാറ്റർഡേ സൺഡേ. ഇനി മൺഡേ അതിന് ഒരു ചെറിയൊരു സെൻസറിൻ്റെ ഒരു പാർട്സ് വരാറുണ്ട്. അതുകൊണ്ട് വന്നല്ലേ ഒരു ക്ലിയർ ആകത്തുന്നത്. ആഡ് ബ്ലൂ വരെയും പ്രോബ്ലം ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതൊക്കെ ഹോട്ടലിൻ്റെ ഒരു റൂമിൻ്റെ കാഴ്ചകളാണ് ഇതെല്ലാം. അത്യാവശ്യം നല്ല മുറിയായിരുന്നു. അപ്പം ഒരു ദിവസത്തിന് വേണ്ടി തന്നത്. ഇനിയിപ്പം നാളെ പോയിട്ടൊന്ന് നോക്കണം. അവിടെ കമ്പനി പോകുമ്പോൾ വണ്ടി പുറത്തിട്ടെങ്കിൽ വണ്ടിയിൽ പിന്നെ കിടക്കാമല്ലോ, കുഴപ്പമില്ല. അത് നാളെ ഇട്ടാന്നാണ് പറഞ്ഞിരിക്കണേ. ഇന്നിപ്പം ക്ലച്ചിൻ്റെ ഇതെല്ലാം ഗിയർ ബോക്സ് ഡൗൺ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ തന്നെ എല്ലാം KFC, മെക്ഡോണൾഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. സുഖമായിട്ട് പോയിട്ട് ഇതൊരു സ്ഥലമായിരുന്നു കാണാനുള്ള. എൻ്റെ അടുത്ത് ഇനിയിപ്പം തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഈ വണ്ടി റെഡിയായാൽ ഇനി അടുത്ത വണ്ടി കൂടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അതിൻ്റെ ബാക്കി അപ്ഡേഷൻസൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.